അമ്മയുടെ ഹോബി എന്താണ്? കുക്കിംഗ് അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ട് കുക്ക് എല്ലാം നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനും എല്ലാം ചൈനീസ് എല്ലാം. ശ്രീയേട്ടൻ ഒരു ദിവസം വീട്ടിലേക്ക് വരും. ഇപ്പൊ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? ഞാൻ എറണാകുളത്താണ് ശ്രീയേട്ടൻ താമസിക്കുന്നത്. അമ്മ കോഴിക്കോട്. അപ്പൊ ഞാൻ കോഴിക്കോട് പോയാലേ പറ്റൂ. അവര് വരുമല്ലോ, ഞാൻ തിരിച്ച് വരും. അപ്പൊ എന്തായാലും ശ്രീയേട്ടൻ എന്തായാലും കോഴിക്കോട് വരും. കോഴിക്കോട്ടുകാരെ എപ്പോഴും എന്താ പറയാ, കോഴിക്കോട് ഭക്ഷണപ്രിയരും മാത്രമല്ല നല്ല രുചികരമായ ഭക്ഷണം വെക്കുന്ന ആൾക്കാരുമാണ് കോഴിക്കോട്. അതെ 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 അതെ, ഭക്ഷണം ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് വിളമ്പണ ആളുകളാണ്. ഞാൻ അവിടെ എനിക്കൊരു ഫാമിലി ഉണ്ടായിരുന്നു തലശ്ശേരിയിൽ. ഞാൻ മിക്കവാറും അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഇറങ്ങിയിട്ടേ പോകും. അവിടെ ഈ കല്ലുമേക്ക ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ്. അതൊക്കെ അവിടുത്തെ സ്പെഷ്യലാണ്. പിന്നെ കുറേ ഈ പിന്നെ മാപ്പിള സ്പെഷ്യൽ ഒരുപാട് പലഹാരങ്ങളുണ്ട്. അതൊക്കെ കോഴിക്കോടിന്റെ ഒരു സ്പെഷ്യലാണ്. കോഴിക്കോട്, തലശ്ശേരി, മാഹി അവിടെയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള പലഹാരം. നിങ്ങൾക്കൊക്കെ കഴിച്ച് മതിയായി കാണുമല്ലേ? ഇവരൊക്കെ നല്ല കുക്കിംഗ് പഠിച്ചു. എന്താണ് സിന്ധുവിന്റെ ഈ സംഗീത ലോകത്ത് ഇനി എന്താകണം എന്നാണ് ആഗ്രഹം? എനിക്ക് ഇതുവരെ തന്നെ പോകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ശ്രീയേട്ടാ. ഞാനിപ്പം ഇത്രയും വർഷം പാട്ടുകൾ പാടിയിട്ട് നമുക്ക് ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടാൻ സാധിച്ചത്, പിന്നെ ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. കാരണം അതാരും അറിയപ്പെടാതെ പോയി എന്നുള്ളതിനകത്ത് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം വേറൊന്നുമല്ല, നല്ല ശബ്ദം ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഒരുപാട് പ്രായം ഏറി വരുംതോറും ശബ്ദവും ബാക്കി എന്താണ് ആലാപന ശൈലിയും അത് ഒന്നുകൂടെ നന്നായിട്ട് വരുന്നു അന്നത്തെക്കാട്ടില്. അപ്പം ദൈവം അനുഗ്രഹിച്ച് നല്ല പാട്ടുകൾ കിട്ടട്ടെ. ഒന്ന്, രണ്ട്, ഈ ഭജൻസിന് പ്രോഗ്രാംസിന് പോവാം. അതെ, ഭജൻസ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഞങ്ങള് കോവിഡിന് ശേഷമാണ് ഞങ്ങൾ ഭജൻസിന്റെ പ്രോഗ്രാം ഉണ്ട്. ശ്രീരഞ്ജനി ഭജന സംഘം. അത് ശരി. അമ്മയ്ക്ക് ഞങ്ങള് സുനാദ്, അത് കുഞ്ഞിരാം ഭാഗവതരുടെ മക്കളാണ്. സുനാദും അവരാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അമ്മ കാലത്തോട്ട് ഈ പാട്ടും ഇതൊക്കെയാണ് അല്ലേ? ഭജന, പാട്ട്, പ്രാർത്ഥന, കുക്കിംഗ്. അമ്മ ഭയങ്കര കൃഷ്ണഭക്തയാണ്. ഗുരുവായൂരൊക്കെ പോകാറുണ്ട്. ഗുരുവായൂർ ഭയങ്കര കൃഷ്ണഭക്തിയാണ്. അമ്മ എനിക്ക് തോന്നുന്നല്ലേ കുളിച്ച് അങ്ങനെയൊക്കെ നിർബന്ധിക്കാറുണ്ടോ സിന്ധുവിനെ? സിന്ധു അങ്ങനെ ചെയ്യണം നിർബന്ധിക്കില്ല, അവരിഷ്ടം. പക്ഷെ ഞാനിപ്പം അതുപോലെ അങ്ങനെയാണ്. എനിക്ക് പിന്നെ ഒത്തിരി പാട്ട് പാടാൻ പറ്റിയില്ല ശ്രീയേട്ടാ. അല്ല, ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം വിചാരിക്കും, ഓ അമ്മായിയമ്മ ഭയങ്കരിയാണ് മറ്റേതാണ് മനസ്സിലായി. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ആ പ്രോഗ്രാമിന് പോയ സമയത്ത് ശരിക്കും ഞാൻ വീട്ടിലേക്ക് പെട്ടെന്നാണ് ഞങ്ങളുടെ മാരേജ് ഒക്കെ ഫിക്സ് ചെയ്തതും ഞാൻ ആ വീട്ടിലേക്ക് വരുന്നതും. ഞാൻ പോയി കാണുന്ന ഓൾ ഇന്ത്യ റേഡിയോന്ന് കണ്ടു. അതിന് മുമ്പേ പഠിപ്പിച്ചു. അപ്പം ഞാൻ മകനെ വരാൻ പറഞ്ഞു. അങ്ങനെ കണ്ടു. ഉടനെ തന്നെ അമ്മ അങ്ങോട്ട് ഉറപ്പിച്ചു. അന്ന് ഞാൻ മീര ചേച്ചി എന്നായിരുന്നു വിളിക്കുക. എന്താ വെച്ചാൽ നമ്മള് പ്രോഗ്രാമിന് പോയ സമയത്ത് മീര ചേച്ചി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കൂടെ നടക്കായിരുന്നു. വീട്ടിൽ വന്നിട്ട് എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ ഒരു ഇതായിരുന്നു. അപ്പൊ അത് കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ഞാൻ മീര ചേച്ചി തന്നെയായിരുന്നു കുറേ കാലം വിളിച്ചോണ്ടിരുന്നത്. അമ്മ എന്നുള്ള വിളിക്കാൻ ഒരു ഇത്. പിന്നെ വളരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പയാണ് ഞാൻ പറഞ്ഞല്ലേ, അപ്പനാണ് എന്റെ കൂടെ പ്രോഗ്രാം സ്റ്റേജ് ഷോസിന് അപ്പനാണ് കൂടെ വരാറ്. പ്രേമ വരാറുണ്ട്. പരിപാടി 3 മണിയൊക്കെ ആവും, എന്നാലും അവർക്ക് പ്രശ്നമില്ല. അപ്പൊക്ക് ഭയങ്കര, അപ്പ ഇപ്പോഴും അങ്ങനെയാണ്. എന്ത് പ്രോഗ്രാംസ് വന്നാലും അപ്പയാണ് പറയാ അത് എടുക്കണം. അങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ എത്തിപ്പെടാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഇത്രയും എന്താ സംഗീത സാധു എന്ന് വിളിക്കാം. അപ്പോൾ ഒരുപാട് സംഗീത സംവിധായകർക്ക് വേണ്ടി പാടി. കോഴിക്കോട് രാഘവ മാഷ് ഉണ്ടല്ലോ, പിന്നെ ബാബുക്ക അല്ലേ? രാഘവ മാഷ് എന്ന് പരിചയമില്ല? രാഘവ മാഷ് അമ്മ ഒരുപാട് പാടി. അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു രാഘവ മാഷ്. മാഷ് വന്ന എന്നെ വിളിക്കുക, ഓൾ ഇന്ത്യ റേഡിയോയിൽ വന്ന ഉടനെ വിളിക്കും. അദ്ദേഹം പഠിപ്പിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ സിനിമ പാടിയിട്ടുണ്ടോ? ഇല്ല. അല്ല, അദ്ദേഹം എന്നെ വലിയ കാര്യമായിരുന്നു. അവർ വയ്യാതെ തലശ്ശേരി ഇരിക്കുമ്പോൾ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഭക്ഷണമായിട്ട് പോയി ഇവിടുന്ന് ടിഫിൻ കെയറിൽ നിറയെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം. അല്ല, മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ എല്ലാവർക്കും ഫുഡെല്ലാം ടിഫിൻ കാരിയറിലാക്കിയിട്ട് കൊണ്ടുകൊടുക്കും. അങ്ങനെ മാഷ കാണാൻ പോയി. എൻ്റെ ഗുരുനാഥൻ്റെ മകനെ വിളിച്ച് കാറെടുത്ത് പോയി. മാഷ കാണണം എന്ന് പറഞ്ഞിട്ട്, വയ്യാതെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ്
എൻ്റെ കൈകൊണ്ട് തന്നെ മാഷക്കെല്ലാം വിളമ്പി കൊടുത്തു. അതെല്ലാം കഴിച്ചു. അപ്പം എനിക്കൊരു പാട്ട് പറഞ്ഞു തന്നു. ഒരു വിഷു പാട്ടിൻ്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു. എന്നും കണിക്കൊന്ന പോലെന്നിൽ പൂക്കുന്ന പെൺകിടാവേ നിന്നെ കാത്തിരുന്നു. ഒരുപാടു നേരം ഞാൻ കാത്തിരുന്നു, നിന്നെ കാത്തിരുന്നു, നിന്നെ കാത്തിരുന്നു. അസലായിട്ട് പാടുന്നു കേട്ടോ അല്ലേ? ഒരു പ്രത്യേക വോയിസ് ആണ് അമ്മയ്ക്ക്. ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ഇത് കേട്ടിട്ട് ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ഏതെങ്കിലും ചിലപ്പോ അവർക്ക് ആപ്റ്റായിട്ട് ഇതുപോലെ ഒരു വോയിസിനെ തേടി നിൽക്കുന്ന സമയമായിരിക്കും. ഗുരുവായൂരപ്പം കൊണ്ട് തരട്ടെ. അയ്യോ സന്തോഷം. ഒരുപാട് സ്നേഹവും നന്ദിയും. കാരണം ഈ പ്രോഗ്രാമിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഇത്രയും ധന്യമാക്കിയതിന് എനിക്ക് പറയാൻ വാക്കുകളില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ശ്രീയേട്ട. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ശ്രീയേട്ടനെ കാണുന്നത്. അതുമല്ല ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ ഇവിടെ എത്താൻ എനിക്ക് അമ്മേനെ കൊണ്ടുവരാൻ സാധിച്ചതിൽ പ്രത്യേകിച്ചും ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ ഒരുപാട് പാടിയ ഒരാളാണ്. പക്ഷെ ഇവരുടെ തലമുറയിലൊന്നും ഇങ്ങനത്തെ ഒരു സിനിമാ ഗാനം പാടാൻ വിടില്ല. വരും അന്നത്തെ കാലത്തൊന്നും വിടില്ല. അമ്മേനെയും കൂടി ഇതില് കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾക്കൊരു പട്ടം തരുന്നുണ്ട്, പാട്ട് പട്ടം. ഓക്കെ, ആദ്യ ഒരു പാട്ട് പട്ടം. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണും എന്ന വിശ്വാസത്തോടു കൂടി ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.